ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതലുള്ള തിരുവചനങ്ങൾ. യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമിയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. ഈ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ, ഞങ്ങളിപ്പോൾ വായിച്ചു കേട്ട തിരുവചനങ്ങളിലൂടെ കടന്നുപോയി യേശു ഞങ്ങളുടെ ജീവിതത്തിൽ ആരാണെന്നും യേശു ആരാണെന്ന് യേശു ഞങ്ങളെ പരിചയപ്പെടുന്ന തിരുവചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് യേശുവിൻ്റെ ശക്തിയിൽ വളരുവാൻ, യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ, യേശുവാകുന്ന ദൈവാനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. കർത്താവായ ദൈവമേ, ഇപ്പോൾ ഈ ശാലോമിലൂടെ ഈ തിരുവചന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് മക്കളെ അവിടുന്ന് തൊടണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, കടന്നു വരണമേ. വചനം പ്രഘോഷിക്കുവാനും വചനം സ്വീകരിക്കുവാനും ആവശ്യമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അത്ഭുതമായി അടയാളമായി അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് പുസ്തകത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുവചനത്തിൽ ദൈവം ആരാണെന്ന് ദൈവം തന്നെ മോശയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അവിടെ നമ്മൾ കാണുന്നു, ദൈവം പറയുന്നത് ഞാൻ തന്നെ, ഐ ആം ഹു ഐ ആം. അത്രമാത്രമേ ദൈവത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുള്ളൂ. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവമായ കർത്താവ് ദൈവത്തെ പരിചയപ്പെടുത്തുന്നത്, ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ നാം ഇന്ന് വായിച്ചു കേട്ട തിരുവചനത്തിൽ മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്ന് യേശു ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അവർ പറഞ്ഞു, ചിലർ സ്നാപകയോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയ എന്നും ജെറമിയ എന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ മറു ചോദ്യം ഇതാണ്, ഞാൻ നിങ്ങൾക്കാരാണ്? ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ശിമിയോൻ പത്രോസ് പറയുന്ന ഭാഗം നമ്മൾ കേട്ടല്ലോ, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഇത് മാംസരക്തങ്ങളല്ല നിന്നെ കൊണ്ട് ഇത് പറയിച്ചത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിന്നുകൊണ്ടാണ് നീ ഇത് പറയുന്നത്. അങ്ങനെ പ്രഘോഷിച്ച പത്രോസിൻ്റെ മേൽ ദൈവം കൊടുക്കുന്ന അധികാരമാണ് തിരുവചനങ്ങളിലൂടെ നമ്മൾ കണ്ടത്. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, യേശു എൻ്റെ ജീവിതത്തിൽ ആരാണ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് ആരാണ്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ ക്രൈസ്തവ ജീവിതത്തിൽ എൻ്റെ കർത്താവ് എനിക്ക് ആരാണ്? എന്നോട്, എൻ്റെ ജീവിതവുമായിട്ട് കർത്താവിനുള്ള ബന്ധം എന്താണ്? അല്ലെങ്കിൽ എനിക്ക് കർത്താവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ വചനങ്ങളെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുക, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം, ഈ യേശു ആരാകുന്നു എന്ന് യേശു തന്നെ യേശുവിനെ കുറിച്ച് പറയുന്ന തിരുവചന ഭാഗങ്ങളാണ്. വചന വെളിച്ചത്തിൽ ഈശോ തന്നെ ഈശോയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാന വിഷയമാക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാനാണ് ജീവൻ്റെ അപ്പം. ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ബിക്കോസ് ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാനാണ് ജീവൻ നൽകുന്നവൻ, ഞാനാണ് ജീവൻ്റെ അപ്പം. ഈ ജീവൻ്റെ അപ്പമായ എന്നിലേക്ക് വരുന്നവൻ ഒരിക്കലും ദാഹിക്കുകയോ വിശക്കുകയോ ഇല്ല
എന്ന് കൃത്യമായിട്ട് ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് 5 അപ്പം കൊണ്ട് 5000 സംതൃപ്തനാക്കുന്ന യേശുവിൻ്റെ ഒരു ചിത്രം, ഒരു സംഭവം. അവിടെ നമ്മൾ കാണുന്നു, ആ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്ന സംഭവം ഇതാണ്. 3 ദിവസമായി ഇവർ യേശുവിനോട് കൂടിയായിരുന്നു. എന്നിട്ട് ഈശോ പറയാണ്, ഇവർ 3 ദിവസമായി എന്നോട് കൂടിയായിരുന്നു, ഇവർ 3 ദിവസമായി ഒന്നും ഭക്ഷിച്ചിട്ടില്ല, എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു. അപ്പോൾ കർത്താവിനോട് കൂടി ആയിരുന്ന ദൈവജനം തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് തിരുവചനങ്ങൾ സ്വീകരിച്ചപ്പോൾ അവർക്ക് വിശന്നില്ല. അവർ ഈശോയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ദൈവമായ കർത്താവ് പറയാ, എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു. ഈശോയുടെ അടുത്ത് വന്ന ആർക്കും വിശന്നില്ല എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ 3 ദിവസമായിട്ട്. കാരണം ജീവന്റെ അപ്പം കർത്താവ് കൊടുത്തു. എന്നാൽ ഭൗതികമായി അവരുടെ ജീവിതത്തിൽ അത് ആവശ്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈശോ അവിടെ അപ്പത്തെ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി അവർക്കെല്ലാവർക്കും 5000 പേർക്ക് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഭൗതിക ജീവിതമല്ല പ്രധാനപ്പെട്ടത്, മറിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ വലുത്. ആധ്യാത്മിക ജീവിതത്തിന് കരുത്തു പകരുന്നതാണ് ജീവന്റെ അപ്പമായ യേശു എന്ന് തിരിച്ചറിയണം. നമ്മൾ ഓർക്കുക, നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് നൈമിഷികമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നു. നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ അതിനെ ദീർഘായുസ് എന്ന് നമ്മൾ പറയും. 100 വയസ്സെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും അത് അത്രയൊന്നും വേണ്ട എന്ന് നമ്മൾ പലപ്പോഴും പറഞ്ഞേക്കാം. പക്ഷേ 100 വയസ്സ് വരെ ജീവിക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ മഹാഭാഗ്യമായിട്ടാണ് മനുഷ്യൻ കരുതുക. കാരണം അതിനെ വചനം പറയുന്നത് ദീർഘായുസ് എന്നാണ്. എന്നാൽ തിരുവചനം പറഞ്ഞു വയ്ക്കുകയാ, ഈ 100 വയസ്സെന്ന് പറയുന്നത് കടൽ തീരത്തെ മണൽത്തരികളിൽ ഒരു മണൽത്തരി പോലെയും, അതുപോലെ കടലിലെ വിശാലമായി കിടക്കുന്ന ജലാശയത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയുമാണ്. തമ്പുരാനുമായിട്ടുള്ള നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഈ ഒരു തുള്ളി വെള്ളത്തിനും ഒരു മണൽത്തരിക്കും തുല്യമാണ്. അതാണ് നമ്മുടെ ഈ 100 വയസ്സ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നിത്യതയിലേക്ക് ഒരു ജീവിതമുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു പ്രയാണമാണ് നമ്മൾ നടത്തേണ്ടത്. അതിനുള്ള ശക്തി പകരുന്ന ജീവന്റെ അപ്പമാണ് യേശുവെന്നാണ് ഈശോ തന്നെ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുക. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് മരണമില്ല, അവന് നിത്യജീവനുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് ഈശോയുടെ അപ്പം ഭക്ഷിക്കുന്നവന് മരണമില്ല. നമുക്കറിയാം, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, അപ്പം കഴിക്കുന്നത്? അത് നമ്മുടെ ജീവിതത്തിന് ആരോഗ്യം തരാൻ, നമ്മുടെ ജീവിതത്തിന് വളർച്ച തരാൻ, നമ്മുടെ ജീവിതത്തിന് നറിഷ്മെന്റ് തരാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. എന്നാൽ ഈശോ പറയുന്നു, ഞാൻ ജീവന്റെ അപ്പമാണ്. ഈ ജീവന്റെ അപ്പം കഴിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ആ പൈതലിന് ജീവൻ നൽകുന്നു, അവൻ ആരോഗ്യം നൽകുന്നു, അവന് വളർച്ച നൽകുന്നു. ആത്മീയ ജീവിതത്തിൻ്റെ അപ്പമായി ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള തിരുവചനങ്ങളിൽ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തോടു കൂടി നടന്നവർക്ക് മന്ന കൊടുക്കുന്ന ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞു പോലെ വെളുത്തുരുണ്ട ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. അപ്പോൾ അവർ പരസ്പരം ചോദിച്ചു, ഇതെന്താണ്? അപ്പോൾ മോശ പറഞ്ഞു, ഇത് അപ്പമാണ്, മന്ന, നശ്വരമായ അപ്പം, ജീവന്റെ അപ്പമല്ല. പക്ഷേ വിശുദ്ധ കുർബാന ജീവന്റെ അപ്പമാണ്. അതുകൊണ്ട് ഈശോ പറയുന്നു, യോഹന്നാൻ 6:27, നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കുവിൻ. നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല, അനശ്വരമായ നിത്യജീവന്റെ അപ്പമായ ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ കൊടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. യോഹന്നാന്റെ സുവിശേഷം 6:58 നമ്മൾ വായിക്കുന്നു, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ, യേശു തരുന്ന അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. നിത്യമായൊരു ജീവൻ അവനുണ്ട്. 53 മുതൽ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും ഊന്നൽ നൽകുകയാണ്. കർത്താവിൻ്റെ തിരുശരീരം ഭക്ഷിക്കുന്നവന് ജീവനുണ്ട്, അവന് നിത്യജീവൻ പ്രദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പത്തിൻ്റെ ഭവനമെന്നാണ്. 13-ാം ലേയോ മാർപ്പാപ്പ പറയുന്നു, അളവില്ലാത്ത ദൈവത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. അളവില്ലാത്ത ദൈവത്തിൻ്റെ കൂദാശയാണ് വിശുദ്ധ കുർബാന. അതുപോലെ സെന്റ് അഗസ്റ്റിൻ പറയുന്നു, ഈ ലോകത്തിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും എൻ്റെ തമ്പുരാൻ ജനിച്ച് കുരിശുമരണം വരിച്ച് എനിക്ക് വേണ്ടി ജീവൻ്റെ അപ്പം നൽകുമായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഈ ലോകത്ത് ജനിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഈ ലോകത്ത് മരിക്കുമായിരുന്നു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഉയർക്കുമായിരുന്നു. കാരണം എൻ്റെ ദൈവം എന്നെ അത്രമാത്രം സ്നേഹിക്കുന്നു.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ജീവൻ്റെ അപ്പത്തോട് നമ്മുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹമുണ്ടാകണം. ക്രൈസ്തവൻ്റെ ജീവനായ വിശുദ്ധ കുർബാനയോട് നമ്മൾ ആഭിമുഖ്യമുണ്ടാകണം. അനുദിന ജീവിതത്തിൽ ജീവൻ്റെ അപ്പത്തെ സ്വീകരിക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. കാരണം വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ക്രൈസ്തവൻ്റെ ഹൃദയമാണ്. ക്രൈസ്തവൻ്റെ ഹൃദയമായ, ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ എന്നും അനുഭവിക്കണം. ഞാൻ ഓർക്കുന്നു, എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന എന്നും സ്വീകരിക്കാൻ പ്രചോദനം തന്നത് മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. ആ സഹോദരി ഓസ്ട്രേലിയയിലാണ് ജീവിക്കുന്നത്. ആ സഹോദരി എന്നെക്കുറിച്ച് കേട്ടു. അപ്പോൾ ആ സഹോദരി ഒരു ദിവസം എന്നെ വിളിക്കുക. കാരണം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, ആത്മീയ ശുശ്രൂഷയിലുള്ള ലൈസ എന്ന് പറയുന്ന ഒരു സഹോദരി എൻ്റെ നമ്പർ കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറിനെ ഒന്ന് പരിചയപ്പെടാൻ വിളിക്കുകയാണ്. അപ്പോൾ ആ സഹോദരിയുമായിട്ട് കുറേ നേരം ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഈ കേരളത്തിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത റബ്ബർ തൊഴിലാളിയായ ഒരു സഹോദരൻ എഴുതിയ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് വലിയ ചൈതന്യം ആ സഹോദരിക്ക് ഉൾക്കൊള്ളുകയാണ്. ആ സഹോദരി അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വിശുദ്ധ കുർബാനയോട് വലിയ താല്പര്യം, അങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നുള്ളൊരാഗ്രഹം ആ സഹോദരിയുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ആ സഹോദരി വിശുദ്ധ കുർബാന ഇപ്പോൾ രാവിലെയും ആഫ്റ്റർനൂണും ഡ്യൂട്ടികളാണ് ആ സഹോദരിക്കുള്ളത്, മോർണിംഗ് ഡ്യൂട്ടി ആൻഡ് ആഫ്റ്റർനൂൺ ഡ്യൂട്ടി. അപ്പോൾ മോർണിംഗിൽ ജോലിയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവിടെ എല്ലായിടത്തും കുർബാനയില്ല. ചിലപ്പോൾ 40-45 മിനിറ്റുകൾ ഡ്രൈവ് ചെയ്ത് പോയിട്ട് വേണം വേറെ ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് വിശുദ്ധ കുർബാന കാണാനായിട്ട്. അതിന് ആ സഹോദരി തയ്യാറാകുന്നു. ഇനി വൈകുന്നേരത്തെ ഡ്യൂട്ടിയാണെങ്കിൽ രാവിലെ വിശുദ്ധ കുർബാന കാണുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് ഈ സഹോദരി പറഞ്ഞ അനുഭവം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എത്രയേറെ വിശ്വാസം ഈ മകൾക്കുണ്ട്, എനിക്കില്ലാത്തൊരു വിശ്വാസം ഈ സഹോദരിക്കുണ്ടല്ലോ എന്ന് തോന്നിയിട്ട് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. കർത്താവേ, സാധിക്കുന്നിടത്തോളം കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം തരണം. ഞങ്ങളുടെ അവിടെയും ഇതുപോലെ സുലഭമല്ല, രാവിലെയും വൈകുന്നേരമൊന്നും കുർബാനകളില്ല. ജോലിയുടെ സാഹചര്യങ്ങളും മറ്റ് അവസ്ഥകളുള്ളതുകൊണ്ട് പലപ്പോഴും അതിന് സാധിക്കാതെ വരുന്നതുകൊണ്ടാണ് പോകാൻ പറ്റാതിരുന്നത്. പക്ഷേ ഞാൻ അന്നു മുതൽ തീരുമാനമെടുത്ത് കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ജീവൻ്റെ അപ്പമായി അങ്ങയെ സ്വീകരിക്കാനുള്ള കൃപ തരണം. അതിനുശേഷം ഇന്നുവരെയും യാത്രയിൽ ഒഴിച്ച് ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുക്കുവാനും സ്വീകരിക്കുവാനും അർപ്പിക്കുവാനും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം എനിക്ക് അവസരം നൽകി. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട മറ്റൊരു കാര്യം, ജീവൻ്റെ അപ്പമായ ഈശോയെ നമ്മൾ ഒരുക്കത്തോടു കൂടിയാണോ സ്വീകരിക്കുന്നത്? ഒരുക്കമുള്ളവരായിരിക്കണം. പരിശുദ്ധനായ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് പരിശോധിക്കണം. വിശുദ്ധ കുർബാനയോട് അനാദരവ് കാണിച്ചിട്ടുണ്ടോ? വിശുദ്ധ കുർബാന അലസമായിട്ട് നമ്മൾ പങ്കെടുത്തിട്ടുണ്ടോ? വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടതായ തീഷ്ണത നമ്മൾ കൊടുത്തിട്ടില്ലേ? വിശുദ്ധ കുർബാന പങ്കെടുക്കുവാനുള്ള അവസരമുണ്ടായിട്ട് അതിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിൻ്റെ പല ആഘോഷങ്ങളുടെ പുറകെ നമ്മൾ പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് ദൈവതിരുസന്നിധിയിൽ തീരുമാനമെടുത്ത് മാപ്പ് ചോദിച്ച് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നിട്ട് കർത്താവിനൊരു വാക്ക് കൊടുക്കുക, എൻ്റെ കർത്താവേ, എനിക്ക് അവസരം കിട്ടുമ്പോഴെല്ലാം, അവസരം കിട്ടുന്ന എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവിടെ നിന്നെ സഹായിക്കണം. അയോഗ്യതയോടെ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ രോഗികളായി മാറും. നമ്മളിൽ പലരും മരിച്ചു പോകാനിടയായി എന്ന് പൗലോസ് ലീഗ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരായി തെറ്റ് ചെയ്യുന്നു. നിങ്ങളിൽ പലരും രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ജീവൻ്റെ ഉറവിടമായ ക്രിസ്തുവില്ലാത്ത ഒരു ജീവിതമാണെങ്കിൽ ഇന്ന് നമ്മൾ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനിക്കുക, എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന അയോഗ്യതകളെ ഓർത്ത് ഞാൻ മനസ്തപിക്കും, ഞാൻ പാപമോചനം നേടും, കുമ്പസാരിക്കും, എൻ്റെ കർത്താവിനെ തീഷ്ണതയോടെ ഞാൻ സ്വീകരിക്കും. അതിനുള്ള ഒരുക്കമായി ഈ തിരുവചന സന്ദേശം നമ്മുടെ ജീവിതത്തിന് ശക്തി പകരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിലാണ് നമ്മൾ കാണുന്നത്. യേശു പ്രകാശമായിട്ടാണ് ലോകത്തിലേക്ക് വന്നതെന്ന് യോഹന്നാൻ 1:4-5 നമ്മൾ കാണുന്നു. പ്രകാശമായിട്ട് വന്നു. ദൈവം പറഞ്ഞില്ലേ, ഞാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രകാശമായിട്ട് കടന്നു വന്ന ആ പ്രകാശത്തിൽ അന്ധകാരം വസിക്കുന്നില്ല. ദൈവം പ്രകാശമാണ്, ദൈവത്തിൽ അന്ധകാരമില്ല എന്ന് 1 യോഹന്നാൻ 1:6 നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശമായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കുക, അപ്പോൾ നമ്മളും പ്രകാശിതരാകും. യോഹന്നാൻ 12:35 പ്രകാശം നിങ്ങളുടെ ഇടയിലുണ്ട്, അന്ധകാരം നിങ്ങളെ കീഴടക്കാതിരിക്കാൻ പ്രകാശമുള്ളപ്പോൾ നടന്നുകൊള്ളുവിൻ. പ്രകാശമുള്ളപ്പോൾ ഇപ്പോൾ നടക്കണം. കാരണം യേശു നമ്മുടെ കൂടെയുണ്ട്. യേശു കൂടെയുള്ള യേശു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ആ യേശു ആകുന്ന പ്രകാശം നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി മാറ്റും. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ
നിന്റെ മാർഗദർശകമായിരിക്കട്ടെ എന്നാണ് മാമോദീസ സ്വീകരിച്ചപ്പോൾ തിരി കത്തിച്ച് നൽകി വൈദികൻ നമ്മളോട് പറഞ്ഞത്. ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നിന്റെ ദർശകമായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് മാർഗദർശകമാകാൻ മാമോദീസ തൊട്ടിയിൽ വെച്ച് ദൈവമായ കർത്താവ് പ്രകാശമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ആ പ്രകാശത്തിൽ നിന്ന് മറുതെളിക്കാതെ, പ്രകാശത്തെ തള്ളിക്കളയാതെ പ്രകാശ ചൈതന്യത്തിൽ നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് ശ്രമിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 19-ാമത്തെ തിരുവചനം, ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെയും യേശുവിൻ്റെ വചനത്തെയും ധിക്കരിക്കുന്നവർ അന്ധകാരത്തിലാണ് വസിക്കുന്നതെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തിന്മയാണ് അവൻ്റെ ജീവിതത്തെ ഭരിക്കുക. അവൻ പിശാചിൻ്റെ ആധിപത്യത്തിലാകുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് മാറുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിനെ തള്ളിക്കളഞ്ഞ് അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങൾ പോകുമ്പോൾ, നമ്മുടെ അന്ധകാരത്തിൻ്റെ പൈശാചിക പീഡകളുടെ അടിമത്തത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ തള്ളിവിടുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നിരന്തരമായി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രകാശവും അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ അധപ്പതിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി, ഈ സമയം ദൈവത്തിൻ്റെ തിരുവചനം നീ കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഹൃദയം നുറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടാകണം. പ്രകാശമായ ദൈവത്തെ തള്ളിക്കളഞ്ഞ ജീവിത ബന്ധാവിൽ നിന്ന് നീ ഒരു തിരിച്ചുവരവിന് തയ്യാറാകണം. അങ്ങനെ നിന്റെ ജീവിതം പരിപൂർണ്ണ വിശുദ്ധിയിലേക്കും പ്രകാശപൂരിതമാകുവാനും നിന്റെ ജീവിതത്തെ നീ വിട്ടുകൊടുത്താൽ ദൈവം നിന്റെ ജീവിതത്തിൻ്റെ അനുഗ്രഹമായിട്ട് മാറും. മൂന്നാമതായിട്ട് ഈശോ പറയുന്നത്, ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനത്തിൽ പറയുന്നു, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. പഴയ നിയമത്തിൽ ഇടയന്മാർക്ക് വലിയ സ്ഥാനമാണുള്ളതെന്ന് നമ്മൾ കാണുന്നുണ്ട്. ആബേല്, മോശ, ദാവീദ് തുടങ്ങിയവരെല്ലാം ഇടയന്മാരായിരുന്നു. വലിയ പവർഫുൾ സങ്കല്പമാണ് പഴയ നിയമത്തിൽ ഇടയന്മാർക്ക്. സങ്കീർത്തനം 23-1 മുതലുള്ള തിരുവചനം നമ്മൾ വായിക്കുന്നു, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. പ്രിയമുള്ളവരെ, ഇടയൻ വലിയൊരു പവർഫുൾ സങ്കല്പമാണ്. പ്രശാന്തമായ ജലാശയത്തിലേക്ക്, ജീവിതത്തിൻ്റെ നന്മയിലേക്ക് നയിക്കുന്നവൻ ഇടയനാണ് എന്ന് പഴയ നിയമ ജനത വിശ്വസിച്ചിരുന്നു. ആടുകളുടെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കറിയണം. ഇടയൻ ആടുകളെ മേയ്ക്കുന്നവനാണ് നമുക്കറിയാം. അപ്പോൾ ആടുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ നിസ്സഹായരായ മൃഗങ്ങളാണ് ആടുകൾ ഓടി നടന്ന് തിന്നും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഓടി നടന്ന് തിന്നുന്ന ജീവിയാണ് ആടുകൾ. ഒരു സ്ഥലത്തും അതിന് നിൽക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഓടി അതിനെ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ പല സ്ഥലത്ത് ഓടി നടന്ന് തിന്നുന്ന ഒരു ജീവിയാണ് ആട്. വഴിതെറ്റാൻ വളരെ സാധ്യതയുള്ള ഒരു മൃഗമാണ് ആടെന്ന് നമുക്കറിയാം. അതുപോലെ സ്വന്തമായി വരാനും പോകാനും അതിനറിയത്തില്ല. ആരുടെയെങ്കിലുമൊക്കെ ഒരു സഹായം ആടിൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ചെന്നായ വന്നാൽ പോലും അതിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്രതികരിക്കത്തില്ല. അതുകൊണ്ടാണ് കൂളായിട്ട് നിന്ന് കളയും. അത് അങ്ങനെ വരുമ്പോഴാണ് ചെന്നായിക്കൊക്കെ അത് അടിമകളായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ചെന്നായിക്ക് പിടിച്ച് തിന്നാൻ പറ്റുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കുക, ഇങ്ങനെയുള്ള നിസ്സഹായ അവസ്ഥയിൽ ആ ആടിനെ സഹായിക്കുവാനായിട്ട് ഇടയൻ കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഇതുപോലെയുള്ള നിസ്സഹായമായ ജീവിതാവസ്ഥകളിൽ നമുക്ക് സഹായമായി മാറുന്നത് നമ്മുടെ ഇടയനായ യേശുവാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നല്ല ഇടയനാണ്, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. നിന്റെ ജീവിതത്തിൽ നീ വഴിമുട്ടി നിൽക്കുമ്പോൾ, നിന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്റെ ജീവിതത്തിൽ വഴിതെറ്റി നിൽക്കുകയാണോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പന്താവിൽ നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ തിരിച്ചറിവില്ലാത്തൊരു ജീവിത മേഖലയിലൂടെ നീ കടന്നു പോവുകയാണോ, ജീവിതത്തിൽ പ്രയാസവും ദുരിതവും അനുഭവിക്കുകയാണോ, നിന്റെ ജീവിതത്തിൽ ശത്രു നിന്നെ ആക്രമിക്കാൻ വരികയാണോ, ശത്രുവിൻ്റെ ആധിപത്യത്തിലേക്ക് നിന്റെ ജീവിതം കടന്നു പോവുകയാണോ, എങ്കിൽ നീ വിളിക്കണം, നിന്റെ ഇടയനായ യേശുവിനെ വിളിക്കണം. യേശു നിന്റെ ജീവിതത്തിൻ്റെ ശക്തിയായിട്ട്, അനുഗ്രഹമായിട്ട്, വിടുതലായിട്ട് കടന്നു വരും. അതുകൊണ്ട് വചനം പറയുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് ഞാൻ നിന്നെ നയിക്കും. ഇടയനില്ലാതെ ആടുകൾക്ക് പോകാൻ പറ്റാത്തതുപോലെ യേശുവില്ലാതെ ക്രൈസ്തവൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പ്രയാണം നടത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയാം, കാണാതായ ആടിൻ്റെ ഉപമ, 99 മാറ്റി നിർത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി പോകുന്നവനാണ് ഇടയൻ. അതാണ് ഇടയൻ്റെ സ്നേഹം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയുക, നമ്മൾ വഴിതെറ്റി നടക്കുകയാണോ, നമ്മൾ നഷ്ടപ്പെട്ടവനാണോ, എങ്കിൽ എൻ്റെ ദൈവം, എൻ്റെ യേശു, നല്ലവനായ യേശു എന്നെ തേടി വരുന്നുണ്ട്. ആ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലൂടെ, യേശു കാണിച്ചു തരുന്ന പന്താവിലൂടെ നടക്കാൻ, അവൻ്റെ സ്വരം ശ്രവിക്കുവാൻ, അവൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുക്കുവാൻ നമ്മൾ തയ്യാറാകണം. വീണ്ടും 4-മതായിട്ട് ഈശോ പറയുന്നു, ഞാനാണ് വാതിൽ, ഐ ആം ദ ഡോർ. ഞാൻ ആടുകളുടെ വാതിലാണ്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈശോ ഇത് പറയുന്നത്. ഇടയൻ സാധാരണ ഇസ്രായേൽ ജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടയൻ വാതിൽക്ക് കിടക്കും. അകത്തേക്കോ പുറത്തേക്കോ പോകണമെങ്കിൽ ഇടയൻ അറിയാതെ പോകാൻ പറ്റത്തില്ല. അങ്ങനെ ഇടയൻ കിടക്കുകയായി വാതിലിന് മുമ്പിൽ. അങ്ങനെയുള്ളൊരു ഇടയൻ പറയുക, ഞാനാണ് വാതിൽ. പ്രിയമുള്ളവരെ, ഈശോയാകുന്ന വാതിൽ,
ആ വാതിലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി. അവനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുക. അകത്തേക്കോ പുറത്തേക്കോ പോകുന്നത് നിയന്ത്രിക്കുന്നത് ഇടയൻ ചെയ്യുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ ഇടയനായ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ വിട്ടുകൊടുക്കണം. 5-ാമതായിട്ട് ഈശോ പറയുന്നു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. യോഹന്നാൻ 11:25 നമ്മൾ വായിക്കുന്നു. നമുക്കറിയാം, നമുക്ക് 2 തരത്തിലുള്ള ജീവനുണ്ട്. ശാരീരികമായിട്ടുള്ള ജീവൻ, ആത്മീയമായിട്ടുള്ള ജീവൻ. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ 2 തരത്തിലുള്ള മരണമുണ്ട്. ശാരീരികമായ മരണവും ആത്മീയ മരണവും. അതുപോലെ 2 തരത്തിലുള്ള ഉയർപ്പുണ്ട്. ശരീരത്തിൻ്റെ ഉയർപ്പും ആത്മാവിൻ്റെ ഉയർപ്പും. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നതാണ്. ശരീരത്തിൻ്റെ ഉയർപ്പിൽ നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ആ വിശ്വാസത്തിലേക്ക്, ആ ഉയർപ്പിലേക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ദൈവം പറയുക, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ഞാനാണ് പുനരുത്ഥാനവും ജീവനും. ആ പുനരുത്ഥാനവും ജീവനുമായ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമായി മാറട്ടെ. അതുപോലെ 6-ാമതായിട്ട് ഈശോ പറയുകയാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. യോഹന്നാൻ 14:6. സങ്കീർത്തനം 25 മുഴുവനും നമ്മൾ കാണുന്നത് വഴികാട്ടി തരുന്ന ദൈവത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ വഴികാട്ടി തരണമേ എന്നുള്ള പ്രാർത്ഥനയാണ്. 4-ാം വചനത്തിൽ നമ്മൾ കാണുന്നു, കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ, അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ, അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. യേശുവാണ് വഴിയെന്ന് അവിടുന്ന് പറയുന്നു. യേശുവാണ് വഴി. ഞങ്ങളൊക്കെ താമസിക്കുന്ന ഓസ്ട്രേലിയയിലും ലണ്ടനിലൊക്കെ ഇങ്ങനെ ഫ്രീ വേ ഉണ്ട്. അവിടെ ഒരു തടസ്സവുമില്ല, നന്നായിട്ട് പോകാം. ലൈറ്റുകളില്ല, വേറെ വാഹനങ്ങൾ കയറി വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള വഴികളിലൂടെ പോകുന്നവന് സുതാര്യമായിട്ട് 120 കിലോമീറ്റർ സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ യേശു പറയുക, ഞാൻ ഐ ആം ദ ഫ്രീ വേ, ഐ ആം ദ വേ, യു കം ഡൗൺ ടു മീ ആൻഡ് ഐ വിൽ ഗിവ് യു റെസ്റ്റ്, ഐ വിൽ ഷോ യു ദ വേ, ഐ വിൽ ടേക്ക് യു ടു വെറെവർ യു ഹാവ് ടു ഗോ. അതാണ് കർത്താവ് നമ്മളോട് പറയുന്നത്, ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുക. 7-ാമതായിട്ട് ഈശോ പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. പ്രിയമുള്ളവരെ, മുന്തിരിച്ചെടിയായ യേശുവിനോട് ചേർന്ന് നിൽക്കുക. യേശുവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ കഴിയുള്ളൂ. ആ വചനത്തിൻ്റെ സാരാംശങ്ങളൊക്കെ നമുക്കറിയാം. കർത്താവ് നമ്മളെ വെട്ടിയൊരുക്കും, നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഫലങ്ങൾ കഴിക്കുവാനായിട്ട് വെട്ടിയൊരുക്കും. മുന്തിരിച്ചെടിയാകുന്ന ആ ചെടിയോട് ചേർന്നുകൊണ്ട് ശാഖകളായ നമ്മളെല്ലാവരും ഫലം പുറപ്പെടുവിക്കണം. ലോകത്തിലെങ്ങും പ്രകാശം വരുത്തുന്നവരാകണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊടുക്കുന്നവരാകണം. ഗലാത്യർ 5:22 നമ്മൾ വായിക്കുന്നു, സ്നേഹം, സമാധാനം, സന്തോഷം, ആനന്ദം, ക്ഷമ, എളിമ, വിനയം, ആത്മസംയമനം, വിശ്വസ്തത, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ നന്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാനായിട്ട് നമുക്കൊരു നിമിഷം ഈശോയോട് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടയ്ക്കാം. ദൈവതിരുസന്നിധിയിൽ കരങ്ങൾ കൂപ്പി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കഴുത്തിലെ നുകം തകർക്കാനും കെട്ടുകൾ പൊട്ടിക്കാനും കഴിവുള്ളവനായ അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളിതാ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇപ്പോൾ ഷാലോം ടെലിവിഷനിലൂടെ ലോകമെമ്പാടും ഇരുന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ അത്ഭുത വിടുതൽ, അവിടുത്തെ അത്ഭുത നാമത്തിൽ ഇവിടെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും വിടുതലുകളും നൽകുന്ന ദൈവത്തിൻ്റെ ശക്തി ഈ മക്കൾക്ക് അനുഭവിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. അവിടുത്തെ ശക്തമായ വചനം ഇപ്പോൾ ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത വിടുതലുകളും രോഗശാന്തികളും മാനസാന്തരങ്ങളും എല്ലാം സംഭവിക്കുവാൻ അവിടുന്ന് ഇടവരുത്തണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.